സുഖാണോ? അപ്പൊ നമ്മുടെ +2 അക്കൗണ്ടൻസിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ചൂടായി നിൽക്കുകയാണല്ലോ. എല്ലാവരും ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പൊ എന്നാണ് നമ്മുടെ എക്സാം വരുന്നത്? 10th നവംബറിനാണ്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് നമുക്ക് പക്ക പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പഠിച്ചാൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് പാസ് ആവാനുള്ള മാർക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ? ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. നമ്മുടെ അക്കൗണ്ടൻസി എക്സാമിന്റെ കോഡ് എന്താണ്? അവിടെ കാണാം 320 ആണല്ലേ. നമ്മുടെ അക്കൗണ്ടൻസിന്റെ 320 ആണ് കോഡ്. ടോട്ടൽ മാർക്ക് എത്രയാണ്? 100ലാണ് നമുക്ക് എക്സാം എഴുതാനുള്ളത്. അതിൽ പാസ് മാർക്ക് അറിയുന്നത് 33 ആണ്. അപ്പൊ നമുക്കറിയാം 20 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 20 ചാപ്റ്റേഴ്സിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ജേർണൽ ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ബാലൻസ് ഷീറ്റ്, എറർ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ചാപ്റ്റർ, പിന്നെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. ഇതൊക്കെയാണല്ലേ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, ആദ്യത്തെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മിസ് വന്നത് 1 മാർക്ക് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും ആയിട്ടാണ്. അപ്പൊ മക്കളെ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ? എ കമ്പനി സെൽസ് ഗുഡ്സ് വർത്ത് 15,000 ടു എ കസ്റ്റമർ ആൻഡ് അലൗസ് എ 20% trade discount. How this transaction recorded in the seller's journal? അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു കമ്പനി ഒരു കസ്റ്റമറിന് 15,000 വില വരുന്ന വർത്ത് വരുന്ന ഒരു ഗുഡ്സ് സെല് ചെയ്യാണ്. അതിന്റെ കൂടെ ഒരു 20% ഡിസ്കൗണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്യണം അല്ലേ. അപ്പൊ ഈ ഒരു സെല്ലറിന്റെ ജേർണലിലേക്ക് എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇവിടെ എന്താണ് നടക്കുന്നത്? സെയിൽസ് ആണ് നടക്കുന്നത്. സെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു കാര്യമാണല്ലേ. അപ്പൊ സെയിൽസ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഇവിടെ എന്താണ് ജേർണൽ വരിക? കസ്റ്റമർ A ആണെന്ന് വിചാരിക്കാം. ഈ കസ്റ്റമർക്ക് ഞാൻ A എന്നുള്ള പേര് കൊടുക്കുകയാണ്. അപ്പൊ കസ്റ്റമർ A's account, കസ്റ്റമർ A's account debtor to സെയിൽസ് അക്കൗണ്ട് എന്നാണ് നമ്മുടെ ജേർണൽ വരുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അറിയേണ്ടത് എത്രയാണ് എമൗണ്ട് വരിക. കാരണം ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എത്രയാണ് എമൗണ്ട് വരികയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഗുഡ്സിന്റെ വർത്ത് എന്ന് പറയുന്നത് എത്രയാണ്? വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. ഈ 15,000ന്റെ മേലെയാണ് നമ്മൾ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ 15,000 ഇൻറ്റു 20% പറയുന്നത് എത്രയാണ്? 3,000 അല്ലേ. 15,000ന്റെ 20% പറയുന്നത് 3,000 ആണ്. അപ്പൊ ഈ 3,000 പറയുന്നത് എന്താണ്? ഒരു ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ഈ 15,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3,000 മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 12,000. നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ നമുക്ക് 12,000 എവിടെയാണ് വരുന്നത് നോക്കിയാലോ? എവിടെയാണ് വരുന്നത്? സിയിൽ എന്ത് വരുന്നുണ്ട്? 12,000 വരുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ കസ്റ്റമറിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ക്രെഡിറ്റ് ആയത് കാരണം സെയിൽസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ഈ ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. എത്രയാണ് എമൗണ്ട് വരുന്നത്? 12,000. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? An accountant debit the building account for 5,000 spent on minor repairs. Which type of accounting error has been committed? ഇവിടെ ഒരു എറർ നടന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇവിടെ ചോദിച്ചിട്ടുണ്ട് which type of accounting error. ഇവിടെ എന്താണ് എറർ സംഭവിച്ചിട്ടുള്ളത്? ഈ ഒരു അക്കൗണ്ടന്റ് ബിൽഡിംഗ് അക്കൗണ്ട് ആണ് എന്ത് ചെയ്തത്? ഡെബിറ്റ് ചെയ്തത്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? റിപ്പയർ ആണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ജേർണൽ എന്ന് പറയുന്നത് എന്താണ്? റിപ്പയർ അക്കൗണ്ട് അല്ലെ, റിപ്പയർസ് അക്കൗണ്ട് ഡെറ്റർ ടു
ക്യാഷ് അക്കൗണ്ട് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നത് എന്താണ്? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നായിപ്പോയി. അപ്പൊ എന്താണ്? അതൊരു എറർ ആണല്ലോ, അക്കൗണ്ടിങ് എറർ ആണല്ലോ. അപ്പൊ ഇതെന്താണ്? മൊത്തത്തിൽ മാറി അല്ലെ. ബിൽഡിംഗ് അക്കൗണ്ട് ആണ് വന്നത് റിപ്പയറിന് പകരം. അപ്പൊ എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആണോ? ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എറർ ഓഫ് കമ്മീഷൻ? അത് നമുക്കറിയാം, നമുക്ക് 4 തരം എററുകൾ ഉണ്ട്. ഇതിൽ ചോദിച്ചത് എന്താണ്? എറർ ഓഫ് കമ്മീഷൻ. ഇതിൽ ഏതാണ് അല്ലാത്തത് എന്നാണ്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം അല്ലെ. റെക്കോർഡിംഗ് എ പർച്ചേസ് ആസ് സെയിൽസ്. പർച്ചേസിന് പകരം നമ്മൾ സെയിൽസ് എന്ന് കൊടുത്തു. അതെന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. പിന്നെ റെക്കോർഡിംഗ് ആൻ എക്സ്പെൻസ് അണ്ടർ ദ റോങ് അക്കൗണ്ട് അല്ലെ. ഒരു റോങ് അക്കൗണ്ട് ആയിട്ടാണ് എക്സ്പെൻസിനെ കൊടുത്തത്. അതും എന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. പിന്നെ ഒമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൊത്തത്തിൽ ആ റെക്കോർഡ് വിട്ടുപോവുക, അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് എഴുതി പോവുക. അതൊക്കെയാണ് ഒമിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു എറർ ഓഫ് കമ്മീഷൻ ആണോ? അല്ല. അപ്പൊ അടുത്തത് എന്താണ്? റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ വിത്ത് എ റോങ് എമൗണ്ട് അല്ലെ. റോങ് എമൗണ്ട്. ഇപ്പം 1000 രൂപ എന്നുള്ളതിന് നമ്മൾ 100 രൂപ എന്ന് എഴുതി, അവിടെ റോങ് ആണല്ലോ. അപ്പൊ അതെന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. അപ്പൊ ഇതിലെ സി ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഒമിറ്റിംഗ് അല്ലെ. ഒമിറ്റിംഗ് എന്ന് പറഞ്ഞാല് എറർ ഓഫ് ഒമിഷനിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? A firm purchases a new machine for 50,000 and spends an additional 3,000 on transportation and installation. 1 year later, the market value of the machine is 45,000. Based on the accounting cost concept, at what value should the machine be initially recorded in the books? ഇതിൽ പറയുന്നത് എന്താണ്? ഒരു ഫേം ഒരു പുതിയൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ട്. എത്രയ്ക്കാണ് വാങ്ങിയത്? 50,000-നാണ് ആ ഒരു മെഷീൻ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ഫീ ആയിട്ട് ഒരു 3,000 കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു AC വാങ്ങുകയാണ്. അവിടെ ഒരു പിക്ചർ കാണാം. നമ്മളൊരു AC വാങ്ങുകയാണ്. AC ഒരു 50,000-ന് വാങ്ങി. എന്നിട്ട് റിപ്പയർ അല്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരാൾ വരികയാണ്. അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു 3,000 കൂടി കൊടുക്കണം. അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ. എന്നിട്ട് എന്താണ് പറയുന്നത്? ഈ ഒരു AC-ന്റെ വില ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു AC-ന്റെ വില എന്ന് പറയുന്നത് 45,000 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇനീഷ്യൽ റെക്കോർഡാണ് ഇവിടെ വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു മെഷീന്റെ ഇനീഷ്യൽ റെക്കോർഡാണ് വേണ്ടത്. ഇനീഷ്യൽ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നടക്കുന്ന കാര്യം. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കണോ? വേണ്ട അല്ലെ. നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് നോക്കാനുള്ളത്. അപ്പൊ നമ്മളുടെ എമൗണ്ട് എത്രയാണ്? 50,000 ആണ്. ഈ 50,000-ന്റെ കൂടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇൻസ്റ്റാളേഷൻ ഫീ ആയിട്ട് ഒരു 3,000 കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യണ്ടേ? നമ്മള് 50,000 സ്പെൻഡ് ചെയ്തു, അതിന്റെ കൂടെ നമ്മളൊരു ഇൻസ്റ്റാളേഷൻ ഫീ കൂടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 53,000 കിട്ടി. അപ്പൊ ആൻസർ ഏതാണ്? 53,000. അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ് കോസ്റ്റ് കോൺസെപ്റ്റിൽ വേണ്ടേ. അപ്പൊ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കണോ? വേണ്ട അല്ലെ. ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, CAS എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഓവർ എ മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻക്ലൂഡ്. അതായത് ഒരു കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റവും മാനുവൽ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന വർക്കും വെച്ച് നോക്കുമ്പോൾ എന്താണ് അവിടെ ഒരു അഡ്വാൻറ്റേജ്? അതായത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം നമുക്കറിയാം അല്ലെ, നമ്മൾ ഈ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ടൈം കൊണ്ട് കമ്പ്യൂട്ടർ നമുക്ക് എന്ത് വരും? ആൻസർ വരും. അപ്പൊ എന്താണ് ആദ്യത്തെ? സ്പീഡ് ആൻഡ് ആക്യുറസി അല്ലെ. അപ്പൊ സ്പീഡ് ആൻഡ് ആക്യുറസി എന്താണ്? ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്? റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ റിട്രീവൽ.
അതായത് നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ ഡാറ്റ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ റിട്രീവൽ ആണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിച്ചാൽ ഈ 2 പോയിന്റ് എഴുതിയാൽ മതിയോ? അല്ലല്ലേ, 2 പോയിന്റ് എഴുതുന്നുണ്ട്. എന്തിനാണ്? നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 2 പോയിന്റ് എഴുതേണ്ടത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ എഴുതണം. അപ്പൊ സ്പീഡ് ആൻഡ് അക്യുറസിന്റെ 2 പോയിന്റ് പറഞ്ഞുതരാം. ഏതാണ്? ACS can process large volume of data much faster and with greater accuracy than manual system. അല്ലേ? ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ വന്നാൽ നമ്മൾ കുറേ ഡാറ്റ കൊടുത്താലും അവർ പെട്ടെന്ന് നമുക്ക് എന്ത് തരും? അതിന്റെ റിസൾട്ട് തരും അല്ലേ. അതായത് നമ്മൾ ഈ കാൽക്കുലേറ്റർ ചെയ്ത് വരുന്നതിന്റെ മുമ്പ് തന്നെ ആര് തരുന്നുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ആൻസർ തരുന്നുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്? ഇറ്റ് റെഡ്യൂസസ് ഹ്യൂമൻ എറർ അല്ലെ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എറർ ഓഫ് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, എറർ ഓഫ് കമ്മീഷൻ വരുന്നുണ്ട്, ഒമിഷൻ വരുന്നുണ്ട്, അങ്ങനെ കുറെ എററുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് വരുന്നത്. കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ എന്താണ്? അതൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പൊ ഇറ്റ് റെഡ്യൂസസ് ഹ്യൂമൻ എറേഴ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ആൻഡ് ഓട്ടോമേറ്റ് റിപ്പിറ്റേറ്റീവ് ടാസ്ക് ലൈക്ക് പോസ്റ്റിംഗ്, ടോട്ടലിംഗ് ആൻഡ് ബാലൻസിങ് അല്ലെ. എന്താണ്? നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ വരാം, കമ്മീഷൻ വരാം, ഇതൊക്കെ തന്നെയാണ്. ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ്? 1 lakh ഉള്ള ചിലപ്പം 10,000 എന്ന് എഴുതി പോവാം. അതൊക്കെ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നമില്ല അല്ലെ. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടുക. ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്തുണ്ട്? 2 പോയിന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാ? റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ റിട്രീവറിൽ CAS allows for instant generation of reports like trial balance, profit and loss and balance sheet. നമ്മൾ നമുക്കിപ്പോ ഒരു ജേണൽ ഉണ്ടാക്കണം, ലെഡ്ജർ ഉണ്ടാക്കണം, ട്രയൽ ബാലൻസ് ഉണ്ടാക്കണം, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെ വരുമ്പോഴേ ആ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് എന്ത് കിട്ടും? നമുക്ക് ട്രയൽ ബാലൻസ് വേണോ? തരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടും, ബാലൻസ് ഷീറ്റ് കിട്ടും, ഒക്കെ എന്താണ്? നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. വേണ്ട ടൈമിന് നമുക്ക് ആ ഒരു ടൈം കുറഞ്ഞു കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ട ടൈമിൽ അത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ എന്താണ്? ഇൻഫോർമേഷൻസ് ക്യാൻ ബി റിട്രീവൽഡ് ആൻഡ് അനലൈസ്ഡ് ഇൻ റിയൽ ടൈം, എയ്ഡിങ് ഇൻ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് ഇൻഫോർമേഷൻസ്, നമുക്കിപ്പോ ഒരു കാര്യത്തിന്റെ ഇൻഫോർമേഷൻ വേണം, ഒരു ഡാറ്റനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ വേണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് പെട്ടെന്ന് ആ ഡാറ്റ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അതായത് നമുക്ക് ഇനിയും കുറച്ചും കൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കമ്പനി പോയാൽ മതിയോ, ഇനി പ്രൊഡക്ഷൻ കൂട്ടണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഡിസിഷൻസ് എന്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും? ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ മക്കളെ, നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? when a new partner is admitted, the existing എന്ന് പറഞ്ഞാല് പഴയത് അല്ലെ, ഓൾഡ് പാർട്ട്നേഴ്സ്, അവരാണ് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഗിവ് അപ്പ് എ പോർഷൻ ഓഫ് ദെയർ പ്രോഫിറ്റ് ഷെയർ ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു പുതിയ പാർട്ട്ണർ നമ്മുടെ കമ്പനിയിലേക്ക് വരികയാണ്, അഡ്മിഷൻ ചെയ്യാണ്. അപ്പോൾ പഴയ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ പ്രോഫിറ്റ് അല്ലെ, നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ, കമ്പനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ്? നമുക്ക് പ്രോഫിറ്റുകൾ കിട്ടും അല്ലെ. അപ്പൊ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അത് 2 തരത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെയാണ്? ആദ്യത്തേതാണ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ കറക്റ്റ് ടെക്നിക്കൽ ടേം യൂസ്ഡ് ഇൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്. ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന് നമ്മൾ കറക്റ്റ് ആയിട്ട്, അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ് ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഈച്ച് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഗീവ്സ് അപ്പ് ടു ദ അക്കോമഡേറ്റ് the new partner. അതായത് നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ആർക്ക് കൊടുക്കും? ഈ ഒരു പുതിയ പാർട്ട്ണർക്ക് നമ്മൾ കൊടുക്കും. അതെന്താണ്? അതൊരു സാക്രിഫൈസ് ആണല്ലോ നടക്കുന്നത്.
പോകുന്നത്, അതായത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ എടുത്തിട്ട് പുതിയൊരാൾക്ക് കൊടുക്കുകയാണ്. അവിടെ എന്താണ്, ഒരു സാക്രിഫൈസ് ആണ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 ടോയ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ ഒരു കുട്ടി വന്നാല് ആ കുട്ടിക്ക് ആ ടോയ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ടോയ് കൊടുക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രോഫിറ്റിനെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ആ ഒരു റേഷ്യോയിൽ പുതിയ പാർട്ട്ണർക്ക് ആ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസ്റ്റഡ് ഷെയർ റേഷ്യോ. അഡ്ജസ്റ്റഡ് ഷെയർ റേഷ്യോയിൽ എന്താണ് പറയുന്നത്, ഇത് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നല്ല. Okay, thought less commonly used. This can refer to the changed profit sharing ratio after the new partners is admitted. അതായത് ഒരു പുതിയ പാർട്ട്ണർ വരുമ്പം നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇപ്പം എക്കും ബിക്കും 3:1 എന്നുള്ള റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ എന്ന് വെച്ചാൽ ഈ ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ റേഷ്യോ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യും അല്ലെ. ചിലപ്പം 3:2:1 എന്നുള്ള റേഷ്യോയിലാവും. അതാണ് അഡ്ജസ്റ്റഡ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, ഇറ്റ് റിഫ്ലക്ട്സ് ദ ന്യൂ അറേഞ്ച്മെന്റ് പോസ്റ്റ് സാക്രിഫൈസ് ഓഫൻ യൂസ്ഡ് അലോngside the സാക്രിഫൈസിംഗ് റേഷ്യോ ടു കമ്പ്യൂട്ട് ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് എന്തുണ്ട്, ഗുഡ് വിൽ കൊണ്ടുവരും അല്ലെ. നമ്മളൊരു പുതിയൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങണം, ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റലും ഗുഡ് വില്ലും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗുഡ് വില്ലും എന്ത് ചെയ്യണം, പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, അഡ്ജസ്റ്റഡ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 4 മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലാണ്ട് വേറൊരു ക്വസ്റ്റ്യൻ വരാണ്ട്, അതെന്താണ്, നമ്മുടെ പ്രോബ്ലം ആണ് അല്ലെ. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ആണോ? അല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം അല്ല അല്ലെ. അപ്പൊ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എന്താണ്, ഫൈൻഡ് ഔട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫോർ ദ ഇയർ 2014. ഇതിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്, ക്യാഷ് വന്നിട്ടുണ്ട്, ബിൽസ് റിസീവബിൾ വന്നിട്ടുണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഇൻവെന്ററി വന്നിട്ടുണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് വന്നിട്ടുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് ആണ് അല്ലെ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ തന്നെ എന്താണ്, അസറ്റ് ആണ്. നമ്മുടെ കറണ്ട് അസറ്റ് എന്താണ്, ക്യാഷ് ആണ്. പിന്നെ വന്നിട്ട് എന്താണ്, ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സാധനം വിറ്റാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട് അല്ലെ. ആ ഒരു ബില്ലിനനുസരിച്ചുള്ള പൈസ കിട്ടുന്നുണ്ട്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ബിൽസ് റിസീവബിൾ എന്താണ്, അതും ഒരു കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതും ഓക്കെ ആയി. ഇനി സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്താണ്, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്, അതും എന്താണ്, നമുക്കൊരു കറണ്ട് അസറ്റ് ആണ്. പിന്നെ ഇൻവെന്ററി എന്താണ്, നമുക്കൊരു കറണ്ട് അസറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, 4 കറണ്ട് അസറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കൊടുക്കാനുള്ളത്, നമ്മൾ കടം വാങ്ങിയ ആൾക്കാരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരാരാണ്, നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എന്ത് മനസ്സിലായി, കറണ്ട് അസറ്റും വേണം, കറണ്ട് ലയബിലിറ്റിയും വേണമെന്ന് മനസ്സിലായല്ലോ. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഉണ്ട്, അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണല്ലേ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്ത്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. വേറെ കാണാൻ പോണോ, വേണ്ടല്ലേ. എത്രയാണ്, 1,50,000 തന്നിട്ടുണ്ട്. അപ്പൊ അതവിടെ നമുക്ക് എഴുതാം, 1,50,000. ഇനി ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കറണ്ട് ലയബിലിറ്റി മൈനസ് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ നമുക്ക് കറണ്ട് അസറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്, 10,000 ഉണ്ട്, ക്യാഷ് 10,000, ബിൽസ് റിസീവബിൾ 5,000, പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് 25,000, പിന്നെ ഇൻവെന്ററി 20,000. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടി, 60,000 കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ത് തന്നിട്ടുണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് 30,000 തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണ്? കറണ്ട് അസറ്റ് ആണല്ലേ. കറണ്ട് അസറ്റ് എത്രയാണ്? 60,000. കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 30,000. അപ്പൊ ഈ 60,000 നിന്ന് 30,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 30,000 കിട്ടി. ഇതോടെ ആൻസർ കഴിഞ്ഞോ? ഇല്ല. ഇതെന്താണ്? വെറും ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഡയറക്റ്റ് ആയിട്ട് എന്നുള്ള കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിന്റെ 1,50,000 എന്ത് ഡിവൈഡ് ചെയ്യണം? നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള നമ്മുടെ ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1,50,000 30,000 ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 5 ടൈംസ് ആണ്. സിമ്പിൾ അല്ലേ? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് കറണ്ട് അസറ്റ് ഏതാ, കറണ്ട് ലയബിലിറ്റി ഏതാന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ്. ഈ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻസിലും നിങ്ങൾ അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാണ്, നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടി. പിന്നെ നമുക്ക് 2 മാർക്കും 3 മാർക്കും 4 മാർക്കും എന്ത് ചെയ്യാം? അവിടെ പഠിച്ച് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് കിട്ടി അല്ലെ. പാസ് മാർക്കിന്റെ മേലെ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ 5 മാർക്ക് ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? നമുക്ക് ജേർണൽസ് ആണല്ലേ. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ജനുവരി 1 ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് എത്രയാണ്? 50,000 ആണ്. ഇനി ജനുവരി 3 ബാങ്കിലേക്ക് നമ്മൾ ഒരു 25,000 പേ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനുവരി 5 എന്താണ്? പർച്ചേസ് ഫർണിച്ചർ, നമ്മൾ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്, 5,000 ആണ്. പിന്നെ 8 എന്താണ്? പർച്ചേസ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ക്യാഷ്. ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ആണ്, അത് മറന്നു പോരുത് കേട്ടോ. ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ ബൈ ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതിലേക്ക് വരിക ബാങ്ക് അക്കൗണ്ട് ആണ്. ക്യാഷ് ബൈ ചെക്ക് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ക്യാഷ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി പെയ്ഡ് ഫോർ ക്യാരേജ് എത്രയാണ്? 500 ആണ്. പിന്നെന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മൂർത്തി, കെ മൂർത്തി എത്രയാണ്? 35,000 ആണ്. ക്യാഷ് സെയിൽസ് നടന്നു അല്ലെ, അത് എത്രയാണ്? 32,000. സോൾഡ് ഗുഡ്സ് ടു അശോക് ഓൺ ക്രെഡിറ്റ് അല്ലെ, നമ്മള് കടത്തിന് കൊടുത്തതാണ്, അപ്പൊ എത്രയാണ്? 28,000 ആണ്. പിന്നെ പെയ്ഡ് ക്യാഷ് ടു കെ മൂർത്തി ഇൻ ഫുൾ സെറ്റിൽമെന്റ്. ഇവിടെ നമുക്ക് നോക്കാം, കെ മൂർത്തിക്ക് നമ്മള് ഗുഡ്സ്, കെ മൂർത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എത്രയ്ക്കാണ് വാങ്ങിയത്? 35,000 വാങ്ങിയത്. നമ്മൾ പേ ചെയ്തത് എത്രയ്ക്കാണ്? 34,200 ആണ്. ഫുൾ സെറ്റിൽമെന്റ് ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ അല്ലെ. അത് നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇനി അടുത്ത് എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം അശോക്. അശോകിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമ്മള് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അതായത് അശോകന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്, കടത്തിനാണ് സോൾഡ് ചെയ്തത്. ആ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 2,000. പിന്നെ എന്താണ് പറയുന്നത്? വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പ്രൈവറ്റ് യൂസ് അല്ലെ. പ്രൈവറ്റ് യൂസിന് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തു, അപ്പൊ അതെന്താണ്? ഡ്രോയിങ്സ് ആണ്. 2,500 ആണ്. ഇനി ജേർണൽ എങ്ങനെയാണ് വരിക നോക്കാം. അപ്പൊ ആദ്യം എന്താണ്? ബിസിനസ്സിലേക്ക് നമ്മൾ ക്യാഷ് കൊണ്ടുവന്നു, അപ്പൊ നമ്മുടെ ക്യാപിറ്റലിലേക്കാണല്ലേ വരുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ്. നമുക്ക് അറിയാം അല്ലെ, ക്രെഡിറ്റിന്റെ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പഴയ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. സി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ. ആർ എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ അല്ലെ. ഈ ഒരു 2 ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ക്യാപിറ്റലും റവന്യൂ ഇൻകം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാപിറ്റൽ എവിടെയാണെന്ന് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണല്ലേ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എത്രയാണ്? 50,000 ആണ്. ഇവിടെ 50,000. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താണ്? പെയ്ഡ് ഇൻ ടു ബാങ്ക് അല്ലെ. ബാങ്കിലേക്ക് നമ്മൾ പൈസ കൊടുത്തു, അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് അല്ലെ. ബാങ്കിലേക്കാണ് നമ്മൾ പൈസ കൊടുത്തത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 25,000. അതും ഓക്കെ ആണ്. ഇനി നമുക്കറിയാം, നമ്മൾ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട് അല്ലെ.
ഫർണിച്ചർ വാങ്ങി, പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് ആണ്. അപ്പൊ ഫർണിച്ചർ വാങ്ങിയത് കാരണം ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് വരിക അല്ലെ. അപ്പൊ എത്രയാണ്? 5000. അതും ഓക്കെയാണ്. ഇനി പിന്നെ എന്താണ് പറയുന്നത്? നമ്മൾ ചെക്ക് വഴി കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ചെക്ക് വഴി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബാങ്കിലേക്കാണ് വരിക. അപ്പം നമ്മൾ നേരത്തെ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു ക്യാഷ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതെന്ത് വന്നത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വന്നത്. ഇനി ചെക്ക് വഴിയായ കാരണം പർച്ചേസ്, ഇവിടെ എന്താണ്? ഫർണിച്ചർ ആണോ മെഷീൻ ആണോ ഒന്നും പറയുന്നില്ല, പർച്ചേസ് ചെയ്തു എന്നേ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ആണ് വരിക. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ് വരിക. അത് എത്രയാണ്? 15,000. അതും ഓക്കെയാണ്. ഇനി നമ്മൾ എന്താണ്? ക്യാരേജിന് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാരേജ് അക്കൗണ്ട്, ക്യാരേജ് ഇൻവേർഡ് ആയാലും ഔട്ട്വേർഡ് ആയാലും അത് ഏത് സൈഡിലാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അതൊക്കെ ഒന്ന് പഠിച്ചു പോട്ടോ. ഡെബിറ്റിൽ എന്തൊക്കെ വരും, ക്രെഡിറ്റിൽ എന്തൊക്കെ വരും എന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജേണലും ലെഡ്ജറും ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ ക്യാരേജ് അക്കൗണ്ട് പറയുന്നത്, ക്യാരേജ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആയാലും ഔട്ട്വേർഡ് ആയാലും അത് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ ക്യാരേജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അത് എത്രയാണ്? 500. അതും ഓക്കെയാണ്. ഇനി നമ്മള് ആരെ കയ്യിൽ നിന്നാ പർച്ചേസ് ചെയ്ത ഗുഡ്സ്? കെ മൂർത്തി അല്ലെ. നേരത്തെ പറഞ്ഞു 35,000 നമ്മള് കെ മൂർത്തിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കെ മൂർത്തി എത്രയാണ്? ആ ഫുൾ എമൗണ്ട് അല്ലെ. നമ്മൾ വാങ്ങിയ ടൈമിൽ ജേണൽ പോസ്റ്റ് ചെയ്യാണ്. അപ്പം 35,000. ഓക്കെ, അതും റെഡി. ഇനി നമ്മൾ ക്യാഷ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. സെയിൽസ് എവിടെയാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണല്ലേ. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽസ് എവിടെയാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ് വരുന്നത്. എത്രയാണ്? 32,000. അതും ഓക്കെ. ഇനി നമ്മൾ അശോകന് കടത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഗുഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് എത്രയാണ്? 28,000. അപ്പൊ സെയിൽസ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. ആ സെയിൽസ് എന്താണ്? ക്രെഡിറ്റ് ആണ് അല്ലെ. അപ്പൊ അശോക് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എത്രയാണ്? 28,000. അതും ഓക്കെ. ഇനി കെ മൂർത്തിക്ക് നമ്മൾ പൈസ കൊടുത്തപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അല്ലെ. എത്രയാണ് ഡിസ്കൗണ്ട് കിട്ടിയത്? ഇതാ 800 രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ളത്. 35 800 കുറച്ച് എത്രയാ? 34,200. സിമ്പിൾ. അപ്പൊ കെ മൂർത്തി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വരിക. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ കൊടുക്കേണ്ടത്. അതും ഓക്കെ ആയല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ആ എമൗണ്ടിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഒരു ഡിസ്കൗണ്ട് നടന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ആര് ഒരു ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു? അശോക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ അശോക് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് പൈസ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അശോക് 28,000 രൂപയ്ക്കാണ് സാധനം വാങ്ങിയത്. നമുക്ക് തന്നത് എത്രയാണ്? 20,000 രൂപയാണ്. അവിടെ നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുത്തതാണ്, പക്ഷെ അത് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള എന്താണ്? നമുക്ക് ക്യാഷ് കിട്ടിയില്ലേ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അശോക് അപ്പൊ എത്രയാണ് വരുന്നത്? 20,000. ഇനി എന്താണ് പറയുന്നത്? പെയ്ഡ് റെന്റ് ഫോർ ദ മന്ത്. ഈ ഒരു മന്തിലേക്കുള്ള റെന്റ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 2,000. അതും സിമ്പിൾ ആണ് അല്ലെ. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റെന്റ് എന്തുകൊണ്ടാണ് ഡെബിറ്റ് ആയത്? അതൊരു എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ നേരത്തെ ഞാൻ ക്രെഡിറ്റ് സൈഡിന്റെ കാണിച്ചു, ഇനി ഡെബിറ്റിന്റെ കാണിച്ചു തരാം. എങ്ങനെയാണ്? ഡി എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ്സ്. ഇ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ്. സിമ്പിൾ. അപ്പൊ നമ്മുടെ എക്സ്പെൻസ് ഒക്കെ എന്താണ് വരിക? ഡെബിറ്റ് ആണ് വരിക. അപ്പം റെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എക്സ്പെൻസ് ആണ്, നമ്മൾ കൊടുത്ത കാര്യമാണല്ലേ, നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയതാണ്. അപ്പം റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരിക. അത് എത്രയാണ്? 2,000. അതും ഓക്കെ ആയി. പിന്നെന്താണ്? നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒരു 2,500 വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താണ്? ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എവിടെ വരുന്നത്? ഡെബിറ്റ്. ഇതാ ഡ്രോയിങ്സ് അല്ലേ. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എവിടുന്നാണ് എടുത്തത്? നമ്മൾ ബാങ്കിൽ നിന്നാണ് എടുത്തത്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട്. അപ്പൊ അതും ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലെ, ജേണൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇനി ലെഡ്ജറിലേക്ക് വരുമ്പോ എങ്ങനെയാണ്? നമുക്കറിയാം ഇവിടെ എന്തൊക്കെ ഉണ്ട്? ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ
ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ കുറെ അക്കൗണ്ടുകൾ ഉണ്ട് അല്ലേ. അപ്പൊ ഇതിന് ഓരോന്നിനും നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് ഉണ്ടാക്കുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷിന് ഒരു അക്കൗണ്ട് വേണം, ക്യാപിറ്റലിന് ഒരു അക്കൗണ്ട് വേണം, ബാങ്കിന് ഒരു അക്കൗണ്ട് വേണം, ഫർണിച്ചറിന് ഒരു അക്കൗണ്ട് വേണം, പർച്ചേസിന് അക്കൗണ്ട് വേണം, ക്യാരേജിന് അക്കൗണ്ട് വേണം, മൂർത്തിക്ക് ഒരു അക്കൗണ്ട് വേണം, പിന്നെന്താണ് നമ്മുടെ സെയിൽസ് അല്ലെ, സെയിൽസിന് ഒരു അക്കൗണ്ട് വേണം, പിന്നെ ഇവിടെ വരുമ്പോ അശോകിന് വേണം, പിന്നെന്താണ് റെന്റിന് വേണം, ഡ്രോയിങ്സിന് വേണം. അപ്പൊ ഇത്രയും അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെഡ്ജർ ആയിട്ട് അല്ലെ, സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് അല്ലെ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷിൽ എന്തൊക്കെ വരുന്നുണ്ട്, ക്യാപിറ്റൽ വരുന്നുണ്ട്, ബാങ്ക് വരുന്നുണ്ട്, അതുപോലെ ഫർണിച്ചർ വരുന്നുണ്ട്, പിന്നെ ക്യാരേജ് വരുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, പിന്നെ നമ്മളെ മൂർത്തി വരുന്നുണ്ട്, അശോക് വരുന്നുണ്ട്, റെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ കൊണ്ടുവരണം, ലെഡ്ജറിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട്, ലെഡ്ജറിലെ ക്യാഷ് അക്കൗണ്ടിൽ നമുക്കറിയാം ടു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ എഴുതുക, ഡെബിറ്റ് സൈഡിലും ബൈ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എവിടെ എഴുതുക, നമ്മളെ ക്രെഡിറ്റ് സൈഡിലും ആണല്ലേ. അപ്പൊ ആദ്യത്തെ നോക്കാം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആ ക്യാപിറ്റൽ നമ്മൾ എവിടെ എഴുതണ്ടേ, നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ്. ഇനി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അപ്പൊ അവിടെ എന്താണ്, ബൈ ബാങ്ക് ആണ് വരുന്നത്, അപ്പൊ അതെവിടെ വരും, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അടുത്ത നോക്കാം, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ്, അപ്പൊ ബൈ ഫർണിച്ചർ ആണല്ലേ, അപ്പൊ അത് എവിടെ വരും, നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ വരും. അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എഴുതാം. അതേമാതിരി ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആണ്, അപ്പൊ ബൈ ക്യാഷ് ആണ്, ആ ക്യാഷ് നമ്മൾ എവിടെ എഴുതി, ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി നമ്മൾ ബാലൻസ് ചെയ്യണമല്ലോ, ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ഉണ്ടോ നോക്കുക. ഇതിലെന്താണ്, ക്യാരി ഫോർവേഡ് ഉണ്ട് അല്ലേ, അതായത് നമുക്ക് ഇവിടെ ടോട്ടൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് കൊണ്ടുവരണം, ഈ ഒരു എമൗണ്ട് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്താണ്, ക്യാരി ഫോർവേഡ് വന്നു, ഇവിടെ എന്താണ്, ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട്, ഈ ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തുണ്ടാക്കി, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കി, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കി. ഇനി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിൽ ആദ്യത്തെ ജേണൽ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അപ്പൊ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ്. പിന്നെ ബാങ്ക് ഏതാ വരുന്നത്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അപ്പൊ ബൈ പർച്ചേസ് ആണല്ലേ, അപ്പൊ അത് വരും ക്രെഡിറ്റ് സൈഡിൽ വരും. പിന്നെ എവിടെയാണ് ബാങ്ക് വരുന്നത്, നമുക്ക് ഇതാ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ബൈ ഡ്രോയിങ്സ് അല്ലെ, അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു, ക്യാഷ് മാത്രം ഇവിടെ വന്നു, ടു ക്യാഷ് വന്നത് കാരണം ക്യാഷ് മാത്രം ഇവിടെ വന്നു. ഇനി ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫർണിച്ചർ ഒന്നല്ലേ വാങ്ങിയിട്ടുള്ളൂ, അതേതാണ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് വന്നു, ബാലൻസ് ക്യാരി ഡൗൺ വന്നു. അതെന്തായാലും ആലോചിക്കണം കേട്ടോ, നമുക്ക് ഈക്വൽ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ബാക്കി എമൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് നമ്മൾ കാണിക്കണം. അതുപോലെ അടുത്ത അക്കൗണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. ആ ഒരു നമുക്ക് കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, അത് ക്യാരി ഡൗൺ ഇപ്പോൾ ഒരു 5,000 4,000 വന്നാൽ ആ ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 1,000 ആണല്ലോ, ആ 1,000 നമ്മൾ ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. നമുക്ക് നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് പറഞ്ഞിരുന്നേ ഉള്ളൂ. പിന്നെ പർച്ചേസ് അക്കൗണ്ട് എത്ര എണ്ണം വരുന്നുണ്ട്, ഇതാ ടു ബാങ്ക് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്നുണ്ട്. ടു മൂർത്തി എന്ന് പറയുമ്പോൾ അതും മൂർത്തി എവിടെയാണ് വരുന്നത്, ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അങ്ങനെ 2 അക്കൗണ്ട് ആണ് പർച്ചേസിനുള്ളത്, അതാ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പർച്ചേസ് എവിടേക്ക് വരും, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ എന്താണ്, വേറെ എമൗണ്ടുകളോ ഐറ്റംസ് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ടോട്ടൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, ഫോളോയിങ് ആർ സം അക്കൗണ്ടിങ് എറേഴ്സ്, rectify them by making journal entries. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് എററുകൾ തന്നിട്ടുണ്ട്, അപ്പൊ അതിനൊന്ന് റെക്ടിഫൈ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ എന്താണ്, സെയിൽസ് for 20,000 made to Malavika was not entered in the sales book. സെയിൽസ് ബുക്കിൽ നമ്മൾ എഴുതാൻ മറന്നുപോയി, ഒമിഷൻ ആണല്ലേ. ഒമിഷൻ വരുമ്പം
ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ സാധാ ജേണൽ എഴുതുന്ന മാതിരി മാളവികാസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ് സെയിൽസ് ഇവിടെ വന്നത്? സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം ടു സെയിൽസ് ആണ് വരിക. അപ്പൊ മാളവികാസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആ അമൗണ്ട് എഴുതാം. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇനി സാലറി ഓഫ് 7,500 paid to accountant രാമൻ വാസ് ഡെബിറ്റ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. അത് രാമന്റെ അക്കൗണ്ടിലേക്ക് പകരം അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആയിപ്പോയി എന്ത് ചെയ്തത്? ഡെബിറ്റ് ചെയ്തത്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു രാമൻസ് അക്കൗണ്ട്, രാമന്റെ അക്കൗണ്ടിലേക്ക് ആക്കി കൊടുത്തു. കഴിഞ്ഞു അല്ലെ? അപ്പൊ അതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എന്താണ്? ഓൾഡ് ഫർണിച്ചർ സോൾഡ് ഫോർ 2,800 was entered in the sales book. അതായത് ഓൾഡ് ഫർണിച്ചർ വിറ്റു, അത് നമ്മൾ സെയിൽസ് ബുക്കിലായി പോയി എന്ത് ചെയ്തത്? എൻ്റർ ചെയ്തത്. അപ്പോൾ അതിലെന്താണ് വരുന്നത്? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട് അല്ലേ? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. ഓൾഡ് ഫർണിച്ചർ ആണ്, അത് നമുക്ക് എന്താണ് സെയിൽസിന് എന്താക്കാൻ പറ്റില്ല? ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾഡ് ഫർണിച്ചർ ആണല്ലോ. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട് എത്രയാണ്? 2,800. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നാലാമത്തെയാണ് കാരേജ് പെയ്ഡ് 500 ഓൺ പർച്ചേസ് ഓഫ് എ മെഷീൻ വാസ് ഡെബിറ്റ് ടു കാരേജ് അക്കൗണ്ട്. കാരേജ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. പക്ഷെ എന്താണ് ഇവിടെ കാരേജ് പേ ചെയ്തത് 500, ഒരു മെഷീൻ പർച്ചേസ് ചെയ്തപ്പം കാരേജ് പേ ചെയ്ത 500 കാരേജ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അതെന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലെ? അവിടെ ഒരു ഡെബിറ്റ് ആണ് നടന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു എറർ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ആ കാരേജ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ മെഷീൻ അക്കൗണ്ട്, മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് ആണ്. അസറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു കാരേജ് അക്കൗണ്ട് എത്രയാണ്? 500. അതും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? Cash 50,000 paid to the creditor Atulya Ghosh was debit to Praful Ghosh account. അതായത് നമ്മുടെ സൺട്രി ക്രെഡിറ്റർ ആയ അതുല്യ ഘോഷിന്റെ അക്കൗണ്ട് പ്രഫുൽ ഘോഷിന്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആണ് ചെയ്തു പോയിട്ടുള്ളത്. അവരൊരു 50,000 നമ്മൾ പേ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ഡെബിറ്റ് ചെയ്തു പോയി. അപ്പൊ അത് പ്രഫുൽ ഘോഷിന്റെ അക്കൗണ്ടിലാണ് മാറ്റങ്ങൾ വരുത്താനുള്ളത് അല്ലെ? അപ്പൊ അവിടെ എന്ത് വരും? അതുല്യ ഘോഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രഫുൽ ഘോഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരിക. എത്രയാണ്? 50,000. അപ്പൊ അതും ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ മിസ്റ്റർ വിക്രം ബ്രദേഴ്സിന്റെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ട്രയൽ ബാലൻസ് എന്തൊക്കെ ഉണ്ട്? ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. ആ ഡെബിറ്റിൽ എന്തൊക്കെ ഉണ്ട്? നമുക്കറിയാം ഡ്രോയിങ്സ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അസറ്റ്സ് ഉണ്ട്. ഇനി ക്രെഡിറ്റിലാണെങ്കിൽ എന്തുണ്ട്? ക്യാപിറ്റൽ ഉണ്ട്, റവന്യൂ അല്ലെങ്കിൽ ഇൻകം ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രയൽ ബാലൻസിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ അസറ്റുകളും ലയബിലിറ്റികളും എക്സ്പെൻസുകളും ഇൻകംസും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ? അതിൽ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ എന്താണ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞാൽ എന്താ? നമ്മളെ കയ്യിലുള്ള ക്യാഷ് ആണല്ലേ, അതെന്താണ്? അസറ്റ് ആണ്. ഓക്കെ, ഡെബിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്, ഇപ്പത്തെ എന്താണ്? ക്രെഡിറ്റ് സൈഡ് ആണല്ലേ. അപ്പൊ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ക്യാഷ് ഇൻ ഹാൻഡ് പറയുന്നത് എന്താണ്? നമ്മുടെ അസറ്റ് ആണ്. മോട്ടോർ കാർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അസറ്റ് ആണ്. ഇനി ഡ്രോയിങ്സ്, ഡെബിറ്റിന്റെ ഡി ഞാൻ പറഞ്ഞു അല്ലെ, നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഡെബിറ്റിന്റെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ്സ്. അപ്പൊ അത് ഓക്കെ ആണ്. ഇനി ലീഗൽ ചാർജസ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അല്ലെ, നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഓരോ ചാർജ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതെന്താണ്? നമുക്ക് എക്സ്പെൻസ് ആണ് അല്ലെ? അപ്പൊ എക്സ്പെൻസ് ആണ്. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനല്ലേ, അപ്പൊ അതെന്താണ്? അസറ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആ പ്രൊഡക്ഷൻ കമ്പനി ഒരു കൊല്ലത്തത് കഴിഞ്ഞ് അടുത്ത പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ അവിടെ എന്താണ്? സ്റ്റോക്ക് ബാക്കി ഉണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണല്ലേ, പുതിയൊരു പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ. അപ്പൊ അതെന്താണ്? നമുക്കൊരു അസറ്റ് ആണ്. സെയിൽസ് റിട്ടേൺ, അത് നമുക്ക് എന്താണ്? ഒരു അസറ്റ് അല്ല, എക്സ്പെൻസ് ആണ്. ഓക്കെ, എക്സ്പെൻസ് ആണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. പിന്നെ
സാലറീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാണല്ലേ, അപ്പൊ അതെന്താണ്? എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് എക്സ്പെൻസ് ആണ്. വേജസും നമുക്ക് എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ് എക്സ്പെൻസ് ആണ് അല്ലെ, നമ്മൾ സ്റ്റാമ്പ് ഒക്കെ വാങ്ങണ എന്താണ്? എക്സ്പെൻസ് ആണ്. പിന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. പിന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നതും എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് ഏതാ, അസറ്റ് ഏതാ, ഡ്രോയിങ്സ് ഏതാന്ന് മനസ്സിലായല്ലോ ഡെബിറ്റ് സൈഡിലെ. ഓക്കെ, ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ട്? സി എന്ന് പറയുന്ന ക്യാപിറ്റൽ ആണ്, ആർ എന്ന് പറയുന്ന റവന്യൂ ആണ് അല്ലെങ്കിൽ ഇൻകം, അല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്കുള്ള ലൈബിലിറ്റീസ് ആണല്ലേ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണല്ലോ നോക്കാം. സി ക്യാപിറ്റൽ അല്ലേ, അപ്പൊ നമുക്കറിയാം സി എന്ന് പറയുന്ന ക്യാപിറ്റൽ ആണ്, ക്രെഡിറ്റിലുള്ളതാണ്. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാണ്, അപ്പൊ എന്താണ്? നമുക്ക് റവന്യൂ ആണ്. ഇനി സെയിൽസ് നടക്കുമ്പോൾ എന്താണ്? നമുക്ക് പൈസ കിട്ടുകയാണ്, അതും എന്താണ്? റവന്യൂ ആണ്. ഇനി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ് അല്ലേ, അപ്പൊ നമുക്ക് ലൈബിലിറ്റി ആണെന്ന് മനസ്സിലായി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്, അതെന്താണ്? നമുക്ക് റവന്യൂ അല്ലെങ്കിൽ ഇൻകം ആണല്ലേ. ഇനി പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? അതും നമുക്ക് റവന്യൂ ആണ്. ഇനി ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങി അതിന് നമ്മൾ പൈസ കൊടുക്കുന്നതാണല്ലോ, അപ്പൊ എന്താണ്? ലൈബിലിറ്റി ആണ്. അപ്പം ഏതൊക്കെയാണ് ലൈബിലിറ്റി, ഏതൊക്കെയാണ് റവന്യൂ എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ലൈബിലിറ്റി ഒരു കാര്യം കൂടി വരും, ഇതിലില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് അല്ലെ, അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ എവിടെ വരുന്നുണ്ട്? നമുക്ക് ലൈബിലിറ്റി സൈഡിൽ വരുന്നുണ്ട്. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞത്. അതായത് ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ട്രയൽ ബാലൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പിന്നെ തന്നിട്ടുണ്ട് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി ഉണ്ട്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 28,000 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് എടുക്കാനുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ, നമ്മളൊരു ട്രേഡിംഗ് നടത്തുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 35,000. അത് നമ്മളിവിടെ എടുത്തു. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, പർച്ചേസ് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? പർച്ചേസ് റിട്ടേൺ കൂടെ നടന്നിട്ടുണ്ട്. അപ്പൊ പർച്ചേസ് ചെയ്ത് തിരിച്ചു വന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് എത്രയാണ്? 80,000 ആണ്. ഈ 80,000 നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പർച്ചേസ് റിട്ടേൺ അല്ലെ, പർച്ചേസ് റിട്ടേൺ എത്രയാണ്? 3,800 ആണ്. ഇതെന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 76,200 ആണ്. ഓക്കെ, അപ്പൊ പർച്ചേസിന്റെ കാര്യത്തിലും ഓക്കെ. ഇനി നമുക്ക് എന്താണ് എടുക്കാനുള്ളത്? വേജസ് എന്താണ്? 21,000 എവിടേക്ക് എടുക്കണം? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കണം. ഓക്കെ, സാലറി ഇവിടെ എടുക്കൂല. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ വേജസ് ആണ് എടുക്കുക. പിന്നെന്താണ്? ക്യാരേജ് ഉണ്ട് അല്ലേ, നമ്മളൊരു ട്രേഡിംഗ് നടത്തുമ്പോൾ എന്താണ്? ക്യാരേജസ് നടക്കും. അപ്പൊ ക്യാരേജ് ഇൻവേർഡ് എത്രയാണ് ഇവിടെ പറയുന്നത്? 1,800. അതും നമ്മൾ എടുത്തു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സെയിൽസ് നടന്നിട്ടുണ്ട് അല്ലേ. സെയിൽസ് എത്രയാണ് പറയുന്നത്? 2,30,000 ആണ് സെയിൽസ് നടന്നിട്ടുള്ളത്. ബട്ട് നമുക്ക് എന്തും കൂടെ ഉണ്ട്? സെയിൽസ് റിട്ടേണും കൂടെ വരുന്നുണ്ട്. അപ്പൊ 2,30,000 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? നമ്മുടെ 2,500 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2,27,500 കിട്ടി. അപ്പൊ സെയിൽസും പർച്ചേസും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എപ്പോഴും വേണ്ട കാര്യങ്ങളാണ് എന്ത്? ഓപ്പണിങ്ങും ക്ലോസിംഗും. അത് മറന്നു പോയത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിലും അത് എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 28,000 വന്നു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. നമുക്ക് ഈ സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2,55,500 rupees കിട്ടി. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര കിട്ടുന്നില്ല
അല്ലേ, അതിലും കുറവാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, ഈ കാര്യങ്ങൾ അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും വേജസും ക്യാരേജ് ഇൻവേർഡും കൂടെ കൂട്ടിയിട്ട് എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കിട്ടിയ ടോട്ടലിനോട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്, 1,21,500 rupees ആണ്. ആ ഒരു നമ്മുടെ ബാലൻസ് പറയുന്നത് എത്രയാണ്, 1,21,500 ആണ്. അത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കാണിക്കണം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കാണിക്കണം. ആ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എവിടെ എടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കണം. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാവർക്കും ഓക്കെ ആയല്ലോ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, നേരത്തെ വേജസ് എവിടെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മള് നമ്മുടെ നെറ്റ് ഇൻകംസ് ആയിട്ടുള്ള സാലറി എടുക്കുന്നു. സാലറി എത്രയാണ്, 12,000 ആണ്, അതെടുത്തു. പിന്നെ നമ്മുടെ ഇൻഷുറൻസ് അല്ലെ, നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കാണ്ട്, അപ്പൊ ഇൻഷുറൻസ് പ്രീമിയം അത് നമ്മൾ എവിടെ എടുത്തു, ദാ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് എടുത്തിട്ടുണ്ട്, പോസ്റ്റേജ് എടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്, ലീഗൽ ചാർജസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അതൊക്കെ നമ്മൾ എവിടെ എടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കുമ്പോൾ എന്താണ്, എക്സ്പെൻസും ഇൻകം തമ്മിലുള്ള ഒരു ബാലൻസ്, അതായത് അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾക്ക് നോക്കാനുള്ളത്. അപ്പൊ എക്സ്പെൻസുകളൊക്കെ എടുത്തു. ഇനി ഇവിടേക്ക് വരുമ്പോൾ എന്താണ്, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് റവന്യൂ കിട്ടിയത്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലെ, നമുക്ക് കിട്ടിയ ഇൻകം ആണ്, അതെടുത്തു. പിന്നെ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടിയ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് നമ്മൾ എടുത്തു. ഇനി ഇതിനെ എന്ത് ചെയ്യാം, നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് എവിടെയാണോ കുറവ് അവിടേക്ക് എന്ത് കൊണ്ടുപോകുക, നെറ്റ് പ്രോഫിറ്റ് നമ്മള് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ആരുതാണോ ഈ ഒരു അക്കൗണ്ട് ആ ക്യാപിറ്റലിലേക്ക് നമുക്ക് പ്രോഫിറ്റ് കൊടുക്കണമല്ലോ അല്ലെ. നമ്മുടെ ക്യാപിറ്റലിൽ നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് ഇടുന്നുണ്ട്, പ്രോഫിറ്റ് ഇടുന്നുണ്ട്. അപ്പൊ ആ ആളുടെ ക്യാപിറ്റലിലേക്ക് കൊടുക്കാനുള്ള ബാക്കി നമുക്ക് ഈ ടോട്ടൽ ചെയ്തിട്ട് കിട്ടുന്ന ബാലൻസ് ആണ് എന്ത് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ബാലൻസ് ഷീറ്റിൽ നമുക്ക് അറിയാലേ, അസറ്റും ലയബിലിറ്റി ആണ് വരിക. അപ്പോൾ നമ്മളുടെ ലയബിലിറ്റി സൈഡിൽ ഉണ്ടായിരുന്ന ബിൽസ് പേയബിൾ എടുത്തു, ക്രെഡിറ്റേഴ്സ് എടുത്തു അല്ലേ. പിന്നെ അസറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടായിരുന്നു, ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് മറ്റേ ട്രേഡിംഗ് അക്കൗണ്ടിൽ കഴിഞ്ഞു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് അല്ലേ നമുക്ക്, അതായത് ഈ ഒരു പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്ന സ്റ്റോക്കാണ് എന്ത് പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക്. അതെന്താണ്, നമ്മുടെ അസറ്റ് ആണ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, മോട്ടോർ കാർ ഉണ്ടായിരുന്നു, അതും എന്താണ്, അസറ്റ് ആണ്. അതെല്ലാം കാണിച്ചു. ഇനി നമുക്ക് ഒരാളെ എടുക്കാണ്ട്, ക്യാപിറ്റൽ അല്ലേ. ഈ ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുക. അതിന്റെ കൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഇവിടെ ഒരു ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെന്ത് ചെയ്യണം, നമ്മൾ എടുത്തതാണ്, നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് എന്ത്, ഈ ഡ്രോയിങ്സ്. അപ്പൊ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ആ പൈസ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്യാപിറ്റലിന്റെ അടുത്തുനിന്ന് നമ്മൾ ആ ഡ്രോയിങ്സ് കുറയ്ക്കണം. അപ്പം നമ്മുടെ ക്യാപിറ്റലിനോട് 70,000 ക്യാപിറ്റലിനോട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന് കിട്ടിയ പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതുപോലെ നമ്മളെടുത്ത ഡ്രോയിങ്സ് ഉണ്ടല്ലോ അത് ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് ഷീറ്റ് ടാലി ചെയ്ത് കിട്ടും. അപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിച്ചു, ബാലൻസ് ഷീറ്റ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, ദ ഫോളോയിങ് ഈസ് എ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ലെ. ഇതൊരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. ഇതിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഇൻഫോർമേഷൻസ് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ് നോട്ട് റിസീവ്ഡ്, അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് അറിയാം ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. ഓരോ എത്ര പെർസെന്റേജിന് നമുക്ക് ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കയ്യിലേക്ക് കിട്ടിയോ ഇല്ല അല്ലെ, ലാസ്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ എന്താണ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. പിന്നെന്താണ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് അല്ലെ, അതൊരു ലയബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഡിപ്രിസിയേഷൻ
ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതിന്? മോട്ടോർ വാൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ആ വാനിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട് മോട്ടോർ വാൻസിന്. അതിന്റെ കൂടെ എന്തുകൂടി വന്നിട്ടുണ്ട്? നമുക്കിവിടെ ഒരു ഡിപ്രിസിയേഷൻ കൂടി എവിടെ വന്നിട്ടുണ്ട്? 20% ഡിപ്രിസിയേഷനോട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കാണാനുള്ളത്? നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ നമുക്ക് എന്താണ് കാണാനുള്ളത്? ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് കാണാനുള്ളത്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ഇൻകംസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ എന്താണ്? നമ്മളെ റെസിപ്റ്റ് സൈഡിൽ വരുന്നതാണല്ലേ. ഈ റെസിപ്റ്റ് സൈഡിൽ വരുന്നൊക്കെ എന്താണ്? നമുക്ക് ഇൻകംസ് ആണ്. ഇനി പേയ്മെന്റ് സൈഡിലൊക്കെ വരുന്ന എന്താണ്? നമുക്ക് എക്സ്പെൻഡിച്ചർ ആണെന്ന് അറിയാം. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റെസിപ്റ്റ് അറിയുന്നത് നമുക്ക് ഇൻകം ആണ്, പേയ്മെന്റ്സ് അറിയുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സൈഡിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മുടെ റവന്യൂ റെസിപ്റ്റ്സുകളും ക്യാപിറ്റൽ റെസിപ്റ്റ്സുകളും അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് റവന്യൂ റെസിപ്റ്റ്സുകളും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും മാത്രം മതി അല്ലെ. അതായത് നമുക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കുള്ള ഒരു കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇവിടെ എടുക്കാനുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെയാ നോക്കിയാലോ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. അതുപോലെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. ഇനി ഗവൺമെന്റ് ഗ്രാന്റ് അല്ലേ. ഗവൺമെന്റ് ഗ്രാന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റും ആവാം അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റും ആവാം. നമുക്ക് ഇവിടെ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഡൊണേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാപിറ്റൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതൊരു ലോങ് ടേമിലേക്കുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, ഇവിടെ എടുക്കണ്ട. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ട് എന്താണ്? ഇൻട്രസ്റ്റ് റെസിപ്റ്റ് തന്നിട്ടുണ്ട്. അതും എന്താണ്? നമ്മുടെ റവന്യൂ റെസിപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആദ്യം നമുക്ക് റെസിപ്റ്റ് കാര്യങ്ങൾ നോക്കാം. റെസിപ്റ്റ് എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇൻകം സൈഡിലാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതേണ്ടത്? റെസിപ്റ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? സബ്സ്ക്രിപ്ഷൻ അല്ലെ. സബ്സ്ക്രിപ്ഷന്റെ കൂടെ നമുക്ക് എഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലെ, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് അല്ലെ. സബ്സ്ക്രിപ്ഷന്റെ കൂടെ നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. എത്രയാണ്? 1500 ആണ്. സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എത്രയാണ്? 7800 കൂടെ നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയ 1500 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് 9300 അല്ലെ. 9300 കിട്ടി. അപ്പൊ അതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. എൻട്രൻസ് ഫീസിന് എന്താ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് എവിടെ എഴുതാം? 600 എഴുതി. ഇനി ഗവൺമെന്റ് ഗ്രാന്റ്, അതിനെന്താ അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് എത്രയാണ്? 30,000 ആണ്. അതും നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡൊണേഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വരുന്നതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലെ. ഇൻട്രസ്റ്റ് റിസീവ്ഡിന് എന്താ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ? രണ്ടാമത് തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലെ. ഇൻട്രസ്റ്റ് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട് എന്ന് അറിയാം, പക്ഷെ അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല, അതാണല്ലേ ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് എത്രയാണ് എമൗണ്ട്? 600 ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത് എത്രയാണ്? 2400 ആണ്. അതിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി കിട്ടാനുണ്ടെന്നാണ് എന്താണ് ഈ ഒരു രണ്ടാമത്തെ എഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 2400 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 600 കൂടി ആഡ് ചെയ്യണം. നമുക്ക് എത്ര കിട്ടി? 3000 കിട്ടി. അപ്പൊ നമ്മൾ റെസിപ്റ്റ് സൈഡ് ഓക്കെ ആയല്ലോ. നമ്മൾ ഫുള്ള് ഇതെടുത്തു അല്ലെ. അതായത് ഗവൺമെന്റ് ഗ്രാന്റ്, എൻട്രൻസ് ഫീസ്, സബ്സ്ക്രിപ്ഷൻ, അതേമാതിരി ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമ്മൾ എടുത്തു. ഇനി നമുക്ക് പേയ്മെന്റ് സൈഡിലേക്കാണ് പോകാനുള്ളത്. ഓക്കെ, പേയ്മെന്റ് സൈഡിലും എന്തുണ്ട് നമുക്കറിയാം. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ഉണ്ട്, അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെയാണ്? സാലറി ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റെന്റ് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പർച്ചേസ് ഓഫ് വാൻ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? അല്ല അല്ലെ. നമുക്കൊരു അസെറ്റ് ആണ്. പർച്ചേസ് ഓഫ് വാൻ എന്ന് പറയുന്ന ഒരു അസെറ്റ് ആണ്, ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു അസെറ്റ് ആണ് അല്ലെ എന്തെന്ന് പറയുന്നത്, പർച്ചേസ് ഓഫ് വാൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണ്ട, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണ്ട. പിന്നെ വരുന്നത് എന്താണ്? എക്സ്പെൻസ് ഓഫ് മോട്ടോർ വാൻ. എക്സ്പെൻസ് ആ ഒരു ടൈമിലേക്കുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അത് നമുക്ക് എടുക്കണം. പിന്നെ എന്താണ്? ലോണ്ടറി ചാർജസ് ഉണ്ട്, അത് പിന്നെ ഡ്രഗ്സ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് ഉണ്ട്, പബ്ലിസിറ്റി എക്സ്പെൻസുകൾ ഉണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ എവിടേക്ക് എടുക്കണം? നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുക്കാം. അപ്പൊ എക്സ്പെൻഡിച്ചർ സൈഡ് എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ് വരുന്നത്? നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ.
ഓക്കെ, ഇനി സാലറി എടുക്കുമ്പോൾ സാലറി എത്രയാണ്? 12,000 നമുക്ക് സാലറി ഉണ്ട്. അതിലൂടെ എന്താ അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ്? ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് 1,200 ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? സാലറിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ എത്രയാണ് വരുന്നത്? 12,000 കൂടെ 1,200 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാ? 13,200. ഓക്കെ അല്ലേ? പിന്നെന്താണ്? റെന്റ് തന്നിട്ടുണ്ട്. റെന്റിന് എന്താ അഡീഷണൽ ഇൻഫോർമേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളത് ഡയറക്റ്റ് ആയിട്ട് എഴുതി. പിന്നെ എക്സ്പെൻസ് ഓൺ മോട്ടോർ വാൻ, അതിലെന്താ അഡീഷണൽ ഇൻഫോർമേഷൻ ഉണ്ടോ? എക്സ്പെൻസ് ഓൺ മോട്ടോർ വാനിൽ അഡീഷണൽ ഇൻഫോർമേഷൻസ് ഇല്ല. ബട്ട് നമുക്ക് എന്തിൽ വരുന്നുണ്ട് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ? മോട്ടോർ വാനിൽ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് എക്സ്പെൻസ് ഓഫ് മോട്ടോർ വാനിന്റെ നമ്മൾ ഡയറക്റ്റ് എഴുതി, അതിനൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് വരുന്നുണ്ട്? മോട്ടോർ വാനിന്റെ മുകളിൽ ഒരു ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. അത് എത്രയാ? 20% ആണല്ലേ? 20% ആണ്. അപ്പൊ നമ്മുടെ പർച്ചേസ് ഓഫ് വാൻ എത്രയാണ്? 28,000 ആണ്. ഈ 28,000ന്റെ 20% കാണാൻ. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാൻ? എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ എങ്ങനെയാ പെർസെൻറ്റേജ് കാണുകയെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സീറോസ് ഒക്കെ കട്ട് ചെയ്യാം. നമുക്ക് പറ്റുന്ന സീറോസ് ഒക്കെ കട്ട് ചെയ്യാം അല്ലെ? 100ന്റെ കൂടെയുള്ള. ഇനി എന്താണ് കിട്ടുന്നത്? 2,800 into 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 0 16 ദാ 5,600 എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതാണോ ഇവിടെ വന്നിട്ടുള്ളത്? യെസ്, ഡിപ്രിസിയേഷൻ ഓൺ മോട്ടോർ വാൻ. നമുക്ക് എത്രയാണ് കിട്ടിയത്? 5,600 ആണ്. അത് നമ്മൾ എടുത്തെഴുതി. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനുള്ള ലോണ്ടറി ചാർജസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു. പിന്നെ ഡ്രഗ്സ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് എത്രയാണ്? 9,600, അതും എഴുതി. പിന്നെ പബ്ലിസിറ്റി എക്സ്പെൻസ് അത് എത്രയാണ്? 4,000, അതും നമ്മൾ എഴുതി. അപ്പൊ രണ്ട് സൈഡും ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡും ഇൻകം സൈഡും കൂടി ടോട്ടൽ ചെയ്യാം അല്ലെ? ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? 50,000 കിട്ടി. അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുതലാണ് അല്ലെ? ഇത് മൊത്തത്തിൽ ടോട്ടൽ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡ് മൊത്തത്തിൽ ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ 50,000 കിട്ടുന്നത്. ഇൻകം സൈഡ് നമുക്ക് മൊത്തത്തിൽ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയോ ഒരു എമൗണ്ട് കുറവുണ്ട്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻകം കുറവാണല്ലേ? ഇൻകം കുറയുമ്പോൾ നമുക്ക് എന്താ വരിക? ഡെഫിസിറ്റ് ആണ് വരിക അല്ലെ? നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഡെഫിസിറ്റ് ആണ്. ഇനി മറിച്ച് നമുക്ക് ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണെങ്കിൽ നമുക്ക് അവിടെ എന്താ വരുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണല്ലേ? അപ്പൊ അത് കുറഞ്ഞാൽ എന്താണ്? നമുക്ക് സർപ്ലസ് ആണ്, പ്രോഫിറ്റ് ആണ് അല്ലെ? അപ്പൊ എക്സ്പെൻഡിച്ചർ സൈഡാണ് നമുക്ക് കുറവ് വരുന്നത് വെച്ചാൽ നമുക്ക് എന്താണ്? സർപ്ലസ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇൻകം സൈഡാണ് കുറവ്. അപ്പൊ നമുക്ക് ഡെഫിസിറ്റ് ആയിട്ട് ഒരു എമൗണ്ട് വന്നു. എത്രയാണ്? 7,100. അപ്പൊ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്? നമുക്കൊരു ഡെഫിസിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് അത് പഠിച്ചില്ലേ? ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോവാനുള്ളത്. ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സോണിയ ആൻഡ് മയങ്ക് ആർ പാർട്ട്നേഴ്സ്. സോണിയും മയങ്കും പാർട്ട്നേഴ്സ് ആണ്. ഹു സ്റ്റാർട്ടഡ് പ്രോഫിറ്റ് ആസ് ഷെയർ പ്രോഫിറ്റ് ആസ് സ്റ്റാർട്ടഡ് അല്ല, ഷെയർ പ്രോഫിറ്റ് ആസ് 3:2 അല്ലെ? അവരുടെ പ്രോഫിറ്റ് 3:2 എന്ന റേഷ്യോയിലാണ് അവര് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴാണ്? December 31st 2014 ഒരു ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ആരും മറക്കരുത്, 3:2 ആണ്. അത് വെച്ചിട്ടാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം ഒരു ലയബിലിറ്റി സൈഡും ഉണ്ട്, ഒരു അസറ്റ് സൈഡും ഉണ്ട് അല്ലെ? ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആണ് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെ? ബിൽസ് പേയബിൾ അതെന്താണ്? നമുക്ക് ലയബിലിറ്റി ആണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട്. ഇതെന്ത് ചെയ്യണം? നമുക്ക് ആ റേഷ്യോ വെച്ചിട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ രണ്ടാളുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇനി അസറ്റിലേക്ക് വരുമ്പോൾ എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് അല്ലെ? നമ്മുടെ കയ്യിലുള്ള പൈസ. ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ സൺട്രി ഡെപ്റ്റേഴ്സിന്റെ കൂടെ ഒരു ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ വരുന്നുണ്ട് അല്ലെ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അത് എത്രയാണ്? 500 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. 21,500 നമ്മൾ 500 കുറച്ചിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയത്? 21,000 ആണ്.
ഓക്കെ, അതും ക്ലിയർ ആണ്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നിട്ടുണ്ട് 36,500 ആണ്. അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കി. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു എഡീഷണൽ ഇൻഫർമേഷൻ. എപ്പോഴും എഡീഷണൽ ഇൻഫർമേഷൻ വായിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ കേട്ടോ, അത് മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ എഡീഷണൽ ഇൻഫർമേഷൻ എന്താണ് പറയുന്നത്, ദ ഫേം വാസ് ഡിസോൾവ്ഡ് ഓൺ December 31, 2014. അതായത് December 31, 2014 ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ഈ ഒരു ഫേം എന്ത് ചെയ്യാണ്, ഡിസോൾവ്ഡ് ആവുകയാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്, അവർ നിർത്തുകയാണെന്നാണ് പറയുന്നത്. ആര്, ഈ സോണിയും മായങ്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് കുറച്ച് എഡീഷണൽ ഇൻഫോർമേഷൻസ് ഉണ്ട്. അതായത് നമ്മളൊരു ഫോം നിർത്തി പോകുമ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കണം അല്ലെ. അതിപ്പോൾ ഒരു അസറ്റ് വിറ്റിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു ലയബിലിറ്റീസ് കൊടുത്തു തീർക്കണം. ഇനി അസറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ഈ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഡീഷണൽ ഇൻഫോർമേഷൻസിലേക്ക് പോവാം. എന്താണ് ആദ്യത്തേത്, ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% അല്ലെ. നമ്മുടെ ഡെപ്റ്റേഴ്സിന് റിയലൈസ് ചെയ്യുമ്പം ഒരു 5% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് റിയലൈസ് ചെയ്തിട്ട് 7,000 ആണ് വന്നിട്ടുള്ളത്. 7,000 അല്ലേ. അപ്പൊ സ്റ്റോക്ക് എത്രയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 7,500 ആണ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്. അത് റിയലൈസ് ചെയ്തിട്ട് എത്രയായി എന്നാ പറയുന്നത്, 7,000 ആയിട്ടുണ്ട്. ഇനി ബിൽഡിങ്സ് റിയലൈസ് ചെയ്തപ്പം 42,000 കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മളെ അസറ്റ് ആണല്ലോ ഒരു ബിൽഡിംഗ്, അപ്പൊ അത് നമ്മൾ വിൽക്കുകയാണ്. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാ, 36,500 ഉള്ളൂ. അത് റിയലൈസ് ചെയ്തപ്പോൾ എത്ര കിട്ടി, നമുക്ക് 42,000 കിട്ടി. ഓക്കെ, പിന്നെ ഒരു റിയലൈസേഷൻ എമൗണ്ട് പറയുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്, എത്രയാണോ 1,500 ആണ്. പിന്നെ പറയുന്നത് എന്താണ്, ക്രെഡിറ്റേഴ്സിനും ബിൽസ് പേയബിൾസിനും ഫുൾ എമൗണ്ട് കൊടുത്ത് അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതായത് സൺട്രി ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണല്ലോ സൺട്രി ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേയബിൾ എന്താണ്, നമ്മൾ സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, ഈ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെയാണല്ലേ, നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അവരുടെ എമൗണ്ട് ഒക്കെ ഫുൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത്, അവരുടെ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് ഉണ്ടാക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് കുറച്ച് അസറ്റുകൾ ഉണ്ടായിരുന്നു, അത് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് അസറ്റുകൾ, സ്റ്റോക്ക് അസറ്റ് ആണ് അല്ലെ. പിന്നെന്താണ്, നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സ് ഒരു അസറ്റ് ആണ്. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ അത് എവിടെ എഴുതിയിട്ടുണ്ട്, ഇതാ സ്റ്റോക്ക് 7,500 ഇവിടെ എഴുതിയിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് ഇവിടെ സൺട്രി അസറ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്, 21,500 എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്, 36,500. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നമുക്ക് കിട്ടി 65,500. ഇനി നമ്മൾ അസറ്റ് സൈഡിൽ നിന്ന് എടുത്തു അല്ലെ. ഇനി ലയബിലിറ്റീസ് ഏതൊക്കെയാണ് നമുക്കറിയാം. റിയലൈസ് ചെയ്ത ലയബിലിറ്റീസ് ഏതൊക്കെയാണ്, അല്ല റിയലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ക്രെഡിറ്റേഴ്സ് ഒന്നുണ്ട്, പിന്നെ ബിൽസ് പേയബിൾ ഒന്നുണ്ട് അല്ലേ. അപ്പൊ അത് നമ്മൾ എവിടേക്ക് എടുത്തു, നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഫുൾ എമൗണ്ട് എത്രയാണ്, 28,000 എടുത്തു, ബിൽസ് പേയബിൾ എടുത്തു. ഇനി നമുക്ക് ലയബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കിട്ടാനുള്ള പൈസയാണ്, കിട്ടുമോന്ന് അറിയില്ല അല്ലെ. അപ്പൊ അത് എത്രയായിരുന്നു, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, 500 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചൊന്നുണ്ടായിരുന്നു അല്ലെ. അതായത് 21,500 500 കുറച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ആ 500 കൂടി നമ്മൾ എവിടെ കാണിക്കണം, ഇവിടെ കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫുൾ സെറ്റിൽമെന്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അഡ്ജസ്റ്റ്മെന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഫുൾ സെറ്റിൽമെന്റ് ചെയ്തത് നമ്മൾ ബാങ്ക് വഴിയാണ്. അതുകൊണ്ട് റിയലൈസ് ചെയ്യുമ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഫുൾ സെറ്റിൽമെന്റ് എമൗണ്ട് അങ്ങോട്ട് കാണിക്കാം. ഓക്കെ അല്ലേ. അതായത് നമുക്ക് എത്രയായിരുന്നു, 28,000 ഉണ്ടായിരുന്നു, 20,000 ഉണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ഇവിടെ കാണിച്ചു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് തന്നിട്ടുണ്ട് ഒരു എക്സ്പെൻസ് അല്ലേ. അതായത് നമ്മുടെ റിയലൈസേഷൻ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ എക്സ്പെൻസ് എത്രയാണ്, 1,500 ആണ്. അതും കൂടെ ഈ ക്രെഡിറ്റേഴ്സിന്റെയും ബിൽസ് പേയബിളിന്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 49,500 കിട്ടി. ഇനി
നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് റിയലൈസ് ചെയ്തപ്പം നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സിന് ഒരു 5% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 5% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറയുമ്പം നമുക്കറിയാം എത്രയാണ് സൺട്രി ഡെപ്റ്റേഴ്സ് വന്നത്? 21,500 ആണ്. അതിന്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 5/100 അല്ലെ. 5/100 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീറോസ് കട്ട് ചെയ്യാം. ഇവിടെ എന്ത് വരും? എത്ര വരിക? 1075 ആണ് നമുക്ക് 21,500ന്റെ 5% എന്ന് പറയുന്നത്. ആ എമൗണ്ട് എടുത്താൽ മതിയോ? ഇല്ലല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഈ 21,500 ഈ 1075 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 20,425 എന്ന് കിട്ടും. അപ്പൊ റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് 5% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയത്? 20,425 ആണ്. ഇനി സ്റ്റോക്കിന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റോക്ക് എത്രയായിരുന്നു? 7,500 ആയിരുന്നു. അത് റിയലൈസ് ചെയ്തപ്പം എത്രയായി? 7,000 ആയി. ക്ലിയർ അല്ലേ? നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷനിൽ വേറെ തന്നിട്ടില്ല, പെർസെൻറ്റേജ് തന്നിട്ടില്ല, ഡയറക്റ്റ് നമ്മൾ എഴുതി. ഓക്കെ. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയായിരുന്നു? 36,500 ആയിരുന്നു. അത് റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 42,000 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ 42,000 നമ്മൾ ഇവിടെ കാണിച്ചു അല്ലേ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? 69,425 കിട്ടി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ, ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് വന്നു? നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ഈ ഒരു എമൗണ്ട് ബാലൻസ് വന്നു അല്ലേ. അതായത് അത്രയും, അതായത് നമുക്ക് ഈ ഒരു സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,17,925 വന്നു. ഈ ഒരു സൈഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയോ? ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് ഈക്വൽ ആക്കണമെങ്കിൽ എത്രയോ ഒരു ബാലൻസ് കൂടെ വേണമെന്ന് മനസ്സിലായി. അത് എത്രയാണ്? നമ്മുടെ 2,925 ആണ്. ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ. ആ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ എന്താണ്? അത് പ്രോഫിറ്റ് ആണല്ലോ. അപ്പൊ ആ പ്രോഫിറ്റിനെ നമുക്ക് അറിയാം, സോണിയയ്ക്കും മായങ്കിനും ഒരു റേഷ്യോ ഉണ്ട്. എത്രയാണ്? 3:2 എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ 2,925നെ 3:2 റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇപ്പൊ സോണിയന്റെ എടുക്കുമ്പോൾ നമുക്ക് എത്രയാ വരിക? സോണിയക്കാണ് 3, മായങ്കിന് 2 അല്ലെ. അപ്പം ഈ സോണിയന്റെ എടുക്കുമ്പോൾ 3/5. ഈ 5 ഇവിടുന്ന് വന്ന് ഈ 3യും 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത് അല്ലെ. അപ്പൊ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? സോണിയന്റേത് 1,755 എന്ന് കിട്ടി. ഇനി മായങ്കിന്റെ കാണണമെങ്കിലോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 2,925 ഇൻറ്റു 2/5 എന്ന് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 2,925 മൈനസ് നമുക്ക് സോണിയയ്ക്ക് ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതെന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മായങ്കിന്റെ ഷെയറോട് കിട്ടും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? റിയലൈസേഷൻ അക്കൗണ്ട് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടാ? നമ്മുടെ സോണിയന്റെയും മായങ്കിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ബാലൻസ് ബ്രൗഡൺ. അത് എവിടുന്ന വന്നത്? നിങ്ങൾക്കറിയോ? ബാലൻസ് ബ്രൗഡൺ വന്നത് നമുക്ക് ഇവിടെ കണ്ടോ, സോണിയന്റെ ക്യാപിറ്റലും മായങ്കിന്റെ ക്യാപിറ്റലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാ? 32,500ഉം 11,500ഉം. ആ എമൗണ്ട് അല്ലേ ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കുള്ള ബാലൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ എത്രയാണ്? 32,500ഉം 11,500ഉം വന്നു. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതും എവിടുന്നായിരിക്കും? നമ്മുടെ സെയിം ബാലൻസ് ഷീറ്റിൽ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 13,500 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ റേഷ്യോ എത്രയായിരുന്നു? മറക്കരുത്, 3:2 അല്ലേ. അപ്പൊ
13,500 ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ ഓരോരുത്തരുടെയും, ഇപ്പൊ സോണിയന്റെ ആണെങ്കിൽ 3/5 ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8,100 കിട്ടും സോണിയൻ്റെത്. ഇനി 13,500 ഇൻറ്റു 2/5 ചെയ്താൽ നമുക്ക് ആരത് കിട്ടും? മായങ്കന്റെ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സോണിയന്റെ കണ്ടിട്ട് ആ ഒരു എമൗണ്ടിനോട് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഉണ്ടല്ലോ 13,500 മൈനസ് ചെയ്താൽ നമുക്ക് മായങ്കന്റെ കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടിൽ അവരുടെ ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എന്താണ്? 1,755 1,170 അല്ലേ. അതും എവിടെ വന്നിട്ടുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. കാരണം എന്താണ്? അവരുടെ ക്യാപിറ്റലിലേക്കാണ് ഇട്ടുകൊടുത്തത് അല്ലെ. റിയലൈസേഷൻ അക്കൗണ്ടിൽ വന്ന ബാക്കി പ്രോഫിറ്റ് അവരുടെ ക്യാപിറ്റലിലേക്കാണ് ഇട്ടുകൊടുത്തത്. അപ്പൊ അതും നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തിട്ട് കിട്ടിയ എമൗണ്ട് നമ്മൾ ബാങ്കിലേക്ക് ഇട്ട് കൊടുത്തു അല്ലെ. അവരുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുത്തു. അവർക്ക് വന്ന എമൗണ്ട് എത്രയാണ്? 42,355 18,070 ആണ് അവരുടെ ബാങ്കിലേക്ക് വന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഉണ്ടാക്കാനുള്ളത്? അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലെ. അവരുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ അക്കൗണ്ട് ആണ്. അതായത് റിയലൈസ് ചെയ്തപ്പം വന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അല്ലെ. ഈ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ റിയലൈസ് ചെയ്തപ്പം വന്ന എമൗണ്ട് എത്രയാണ്? 49,500 അല്ലെ. ലൈബിലിറ്റീസ് എല്ലാം കൂടെ റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 49,500. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ചെയ്തു. പിന്നെ എന്താണ്? നമുക്ക് സോണിയന്റെയും മായങ്കിന്റെയും ക്യാപിറ്റൽ നമ്മൾ എവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ബാങ്കിലേക്ക് അല്ലെ. എത്രയാണ്? 42,355. ആരതാണ്? സോണിയന്റെ. ഇനി മായങ്കിന്റെ എത്രയാണ്? 18,070. അതും നമ്മൾ എഴുതി. മായങ്കിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഇവിടെ എന്താണ് വരുന്നത്? ബാങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ബാങ്കിലേക്ക് ഇട്ട് കൊടുത്ത ആ ഒരു എമൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ടിൽ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചത്. ഓക്കെ. ഇനി നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണുന്നുണ്ട്? ബാലൻസ് ബ്രോട്ട് ഡൗൺ. എഗെയിൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഈ ഒരു എമൗണ്ട് എവിടുന്ന് വന്നു അല്ലെ. പറഞ്ഞുതരാം. നമ്മുടെ ബാലൻസ് ഷീറ്റില് ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെ. ബാങ്ക് അക്കൗണ്ട് ആണല്ലോ. അപ്പൊ ക്യാഷ് അറ്റ് ബാങ്ക് പറയുമ്പോ ആ ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 30,000 അല്ലെ. ഈ ഒരു 30,000 ആണ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. ഇനി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 10,500 അല്ലെ. ക്യാഷ് ഇൻ ഹാൻഡ് 10,500 അതും നമ്മൾ എഴുതി. ഇനി റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ വന്നത് ഏതാണ്? നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്ന നമ്മുടെ അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് എത്രയായിരുന്നു? 69,425 ആണല്ലേ. അത് നമ്മൾ എവിടെ എഴുതി? റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഓക്കെ. ഇനി ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ്? രണ്ടും ഈക്വൽ ആയി. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? എക്സാമിന് നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് നല്ല മാർക്കോടെ തന്നെ പാസ്സാവണം അല്ലെ. അപ്പൊ ഇതൊക്കെ പഠിച്ച് നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേൺ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. പാസ്സാവാൻ പറ്റും. പാസ്സാവുന്നതിനും കൂടുതൽ മാർക്ക് കിട്ടും അല്ലെ. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.